സ്വർണ്ണ വ്യാപാര രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇടിമണ്ണിക്കൽ ജ്വല്ലറി. ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ ഒരു ജ്വല്ലറി ബ്രാൻഡുകളിലൊന്നാണ്. അതിൻ്റെ അമരക്കാരനായിട്ട് വളരെയേറെ തിരക്ക് പിടിച്ച ജീവിതവും ബിസിനസ്സിൻ്റെ മറ്റ് ബിസിനസ്സുകൾ, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽസ്, അങ്ങനെ മറ്റ് ബിസിനസ്സുകളിലൊക്കെ സജീവമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ പക്ഷേ വളരെ വ്യത്യസ്തമായ, മറ്റു പല ബിസിനസ്സുകാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില ആദർശങ്ങളും മൂല്യങ്ങളും ചില കാഴ്ചപ്പാടുകളൊക്കെ ജീവിതത്തിൽ പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ പങ്കുചേരുന്ന നൂറുമേനി എന്ന് പറയുന്ന ഒരു പദ്ധതി. അതിൻ്റെ ഒരു ആവിഷ്കാരം നടത്തിയത്, അല്ലെങ്കിൽ ഒരു അമരക്കാരൻ എന്ന് പറയാവുന്ന ഒരാൾ സണ്ണി തോമസ് ഇടിമണ്ണിക്കലാണ്. എന്താണ് അതിലേക്ക് നയിച്ചത്? നമ്മുടെ നൂറുമേനി വചനം ഹൃദയത്തിലും ജീവിതത്തിലും. നമ്മുടെ ബൈബിളിൽ 35,556 വചനങ്ങളാണുള്ളത്. ഓരോ മനുഷ്യർക്കും വേണ്ട ഈശോ നൽകുന്ന ഓരോ ദൂതുകളാണ് ഈ വചനത്തിൽ കൂടെ നമ്മൾക്ക് കിട്ടുന്നത്. നമ്മളെല്ലാവരും പല രീതിയിലുള്ള വ്യഗ്രതയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പലർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ തമ്പുരാൻ ഓരോ ദിവസവും എല്ലാവരോടും, ഈ 700 കോടി ജനങ്ങളോടും ഓരോ വചനത്തിൽ കൂടെ സംസാരിക്കുന്നു. അപ്പം നമ്മൾക്ക് ഓരോരുത്തരുടെയും പ്രശ്നത്തിന് പരിഹാരം മാനുഷികമായിട്ട് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇപ്പം ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ചിലർക്ക് രോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മക്കളെക്കുറിച്ചുള്ള വ്യഗ്രതയുണ്ട്. ഈശോ നമ്മളോട് വചനത്തിൽ കൂടെയാണ് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവരോടും നമുക്ക് കരുതലുകളും എല്ലാവരുടെയും പ്രശ്നത്തിന് മാനുഷികമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നൂറുമേനിക്ക് സാധിക്കുന്നു. വചനം നമ്മുടെ ഹൃദയത്തിലാവുമ്പോൾ ഈ പ്രശ്നത്തിന് ഉത്തരങ്ങൾ അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നൂറുമേനിയായിട്ടുള്ള ഒരു സന്തോഷം. അപ്പോൾ ഇത് 5ാമത്തെ സീസണിലേക്ക്, 4ാമത്തെ സീസൺ കഴിഞ്ഞു. നമ്മൾ 5ാമത്തെ സീസണിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വചനം പഠിക്കുകയും അതിൻ്റെ സാക്ഷ്യങ്ങൾ പറയുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ചങ്ങനാശ്ശേരി രൂപതയോടെ പോലെ തന്നെ ഇപ്പം പാലാ രൂപതയിലും അതിൻ്റെ നൂറുമേനിയുടെ 1ാം സീസൺ തുടങ്ങിയാണ്. കാഞ്ഞിരപ്പള്ളിയിലെ 2nd സീസൺ തുടങ്ങിയാണ്. നമുക്ക് ലോകമെങ്ങും നമ്മുടെ ഈശോ പഠിപ്പിച്ച വചനങ്ങൾ എല്ലാവർക്കും കൊടുക്കുക, അവർക്ക് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രചോദനം കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ നൂറുമേനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇങ്ങനെയുള്ളൊരു ആഗ്രഹം തോന്നാൻ കാരണം, മനുഷ്യനെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉചിതമാണ് ഈശോയുടെ വചനങ്ങൾ കൊടുക്കുന്നത് ആത്മീയമായിട്ടൊരു സഹായം അല്ലേ? യെസ്. നമുക്ക് മറ്റുള്ളവരെ സാമ്പത്തികമായി, നമുക്ക് പല ആൾക്കാരുടെ പ്രതിസന്ധിയിൽ, ബുദ്ധിമുട്ടുകളിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് സഹായിക്കാം. സാമ്പത്തിക സഹായം നൽകാം, ഉപദേശം നൽകാം. ഇതെല്ലാം നൽകുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല ഒരു സഹായമാണ് ഈശോ പഠിപ്പിച്ച വചനങ്ങൾ അവരുടെ മനസ്സിലേക്ക് ആലേഖനം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത്. വചനമെന്ന് പറയുന്നത് തമ്പുരാനാണ്. ഈശോയെ നൽകുന്നതാണ് വചനം. നമുക്കറിയാം, നമ്മുടെ ദൈവികാരുണ്യത്തിനെ വളരെ നമുക്ക് പൂജ്യമായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ വചനത്തെ അത്രയും കാണുന്നുണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ടുണ്ട്. ഈശോ പറഞ്ഞിട്ടുണ്ട്, വചനമെന്ന് പറയുന്നത്, നമുക്കറിയാം, നമുക്ക് വചനമെന്ന് പറയുന്നത് ഈശോയാണ്, ഞാനാകുന്നു. പക്ഷേ നമ്മുടെ മനസ്സിൽ അത്രയും ഒരു ചിന്തയുണ്ടോ എന്ന് ഒരു ഡൗട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നൂറുമേനി കൂടി ജനങ്ങളിലേക്ക് കൂടുതൽ നമുക്ക് വചനത്തിലേക്ക് ആൾക്കാരെ അടുപ്പിക്കാനും ഈശോയിലിട്ട് അടുപ്പിക്കാനും ഇത് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. മറ്റ് പല ക്രൈസ്തവ വിഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ കത്തോലിക്കർക്കിടയിൽ വചനം ഇങ്ങനെ കാണാതെ പഠിക്കുന്നത് കുറവാണ്, അല്ലെങ്കിൽ സ്വന്തമായി മനസ്സിലാക്കുന്നത് കുറവാണെന്നുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ട്. അതിനൊരു പരിഹാരം കൂടിയാണ് ഈ ഒരു പദ്ധതി ആയി മാറുമെന്ന് തോന്നുന്നു. നമുക്ക് ഈ വചനം പരിപാടി തുടങ്ങിയപ്പോൾ, വചന മനപ്പാഠ പദ്ധതി തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നിരുന്നു. വചനം ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് എന്താണ് നമുക്കുണ്ട് ഗുണം? ഇത്തരം വചനങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ വേണ്ടി സാധിക്കുമോ? പക്ഷേ എല്ലാവരും അവരുടെ അനുഭവം പറഞ്ഞത്, വചനം 25 വചനമെങ്കിലും കാണാപ്പാഠം പഠിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് സംശയിച്ചിരുന്ന ആൾക്കാർ 100, 150, 200 വചനം വരെ പഠിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കുറവ് കൊണ്ട് അവർക്ക് സാധിച്ചു. കാരണം ഒരു പ്രത്യേക കുറവില്ലെങ്കിൽ ഈ വചനം ഇങ്ങനെ പഠിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കുറവുണ്ടെങ്കിൽ മാത്രമേ ഈ വചനം, അവർ പറയുന്നത് ഓരോ ദിവസവും പഠിക്കുമ്പം പ്രത്യേക ഒരു ഓർമ്മശക്തി അവർക്ക് കിട്ടുന്നതായിട്ടും പ്രത്യേക സന്തോഷം ലഭിക്കുന്നതായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കത്തോലിക്കർക്ക് അങ്ങനെ ഒരു രീതി ഇല്ലായിരുന്നു. അതിനൊരു തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സാധിച്ചു.
അത് പറഞ്ഞതുപോലെ നമ്മൾ തൊട്ടടുത്തുള്ള പാലാ രൂപതയിലും കാഞ്ഞിരപ്പള്ളി രൂപതയിലും അത് തുടക്കം കുറിച്ചു എന്നുള്ള കാര്യത്തിലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരും വചനത്തിലായിക്കൊണ്ട് ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനായിട്ടുള്ള ഒരു ശക്തി ഈ വചനത്തിൽ കൂടെ എല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം.